പറയുന്നത് കേട്ട് ഞെട്ടി നിൽക്കുകയായിരുന്നു റിനോഷും സനൂഷയുടെ അമ്മയും ആങ്ങളമാരും ഒക്കെ. അതിലൊക്കെ ഉപരി പെൺപിള്ളേരും ആകെ ഷോക്കായിപ്പോയി. ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ട് എല്ലാം തുറന്നു പറയുന്ന അവള് നമ്മളോട് പോലും ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ ചേച്ചി. വീണ ആരുവിനെ നോക്കി പറഞ്ഞു. ഞാനും ആലോചിക്കുന്നത്, അവള് പറഞ്ഞതുപോലെ അവളുടെ കയ്യിൽ തെളിവൊന്നുമില്ലല്ലോ, അപ്പോൾ നമ്മൾ വിശ്വസിക്കില്ലെന്ന് കരുതിയിട്ടാകും പറഞ്ഞതും അവർക്കും അത് ശരിയാണെന്ന് തോന്നി. എന്താ നന്ദമോളെ ഞാൻ ഈ കേൾക്കുന്നത്? മോള് പറയുന്നതൊക്കെ സത്യമാണോ? മുത്തശ്ശി അവളെ പറഞ്ഞത് വിശ്വാസം വരാത്തതുപോലെ ചോദിച്ചു. അത് കേട്ടതും സനൂഷയുടെ അമ്മ വാപൊത്തിക്കരയാൻ തുടങ്ങി. റിനോഷാണെങ്കിൽ ദേഷ്യത്തോടെയും അമർഷത്തോടെയും അവളെ ഒന്ന് നോക്കി. അവൾ ആരെയും നോക്കാതെ തല കുനിച്ചു നിന്നു. മുത്തശ്ശി, ഞാൻ പറഞ്ഞ സത്യം തന്നെയാ. ഇന്നും ഇന്നലെ അല്ല ആ ബന്ധം തുടങ്ങിയത്. 3-4 വർഷമായി അയാളുമായിട്ട് ചേച്ചിക്കുള്ള ബന്ധം ഉണ്ടായിട്ട്. 1-2 സ്ഥലത്ത് വെച്ച് ഞാൻ ചേച്ചിയും അയാളെയും കണ്ടിരുന്നു. ചേച്ചി ഒളിഞ്ഞും തെളിഞ്ഞും ആരോടോ സംസാരിക്കാറുണ്ട്. ഞാനൊരിക്കൽ ചേച്ചിയുടെ നാവിൽ നിന്നും വിഷ്ണു എന്നൊരു പേരും കേട്ടതാണ്. ചേച്ചി നമ്മുടെ നാട്ടിലേക്ക് വരുന്നത് തന്നെ അയാളെ കാണാനാ. അല്ലെന്ന് ചേച്ചിക്ക് പറയാൻ പറ്റുമോ? സനൂഷയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. എന്നാൽ അവൾക്ക് അതിന് മറുപടി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കണ്ടിട്ടുണ്ട് മുത്തശ്ശി, പക്ഷെ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ആരും വിശ്വസിക്കില്ല എന്ന് എനിക്കറിയാം. അതുമാത്രമല്ല, ഈ ചേച്ചി വേണമെങ്കിൽ തിരിച്ച് എൻ്റെ തലയിലാക്കും. ചേച്ചിക്ക് പിന്നെ നാണോ മാനോ എന്താണെന്ന് അറിയാത്തത് കൊണ്ട് സ്വന്തം അനിയത്തിയാണെന്നൊന്നും ചിന്തിക്കില്ല. പിന്നെ ഞാൻ പറയുന്നത് സത്യമാണെന്ന് തെളിയിക്കാനാണെങ്കിൽ എൻ്റെ കയ്യിൽ തെളിവുകളും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മനഃപൂർവ്വം തന്നെയാണ് എൻ്റെ മനസ്സിൽ തോന്നിയ സംശയങ്ങളും ഞാൻ കണ്ട കാര്യങ്ങളും ആരോടും പറയാഞ്ഞത്. ദേ ഈ നിൽക്കുന്ന ചേച്ചിമാർക്ക് പോലും അറിയില്ല. അവൾ മറ്റ് പെൺപിള്ളേരെ നോക്കി പറഞ്ഞു. അപ്പോഴും തെറ്റ് ചെയ്തവളെ പോലെ അവൾ തലകുനിച്ച് നിൽക്കുകയായിരുന്നു. സനൂഷേ, അവളുടെ അമ്മ വിളിച്ചതും അവൾ തല ഉയർത്തി അവരുടെ മുഖത്തേക്ക് നോക്കി. നന്ദ ഈ പറഞ്ഞതൊക്കെ സത്യമാണോ? അവർ ദേഷ്യത്തോടെ അവളുടെ മുൻപിലേക്ക് ചെന്ന് നിന്ന് ചോദിച്ചു. അവൾ ഒന്നും തിരികെ പറയാനാകാതെ അവരെ തന്നെ നോക്കുമായിരുന്നു. നിന്നോടാ ഞാൻ ചോദിക്കുന്നത്, നിനക്ക് ആ വിഷ്ണുവായിട്ട് ബന്ധമുണ്ടായിരുന്നോ? അവർ വീണ്ടും അവളോട് ചോദിച്ചതും അവൾ ഒന്നും മിണ്ടിയില്ല. അതിൽ നിന്ന് എല്ലാവർക്കും മനസ്സിലായി അവൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. പെട്ടെന്നാണ് റിനോഷ് അവളുടെ മുൻപിൽ കയറി നിന്നത്. തൻ്റെ മുൻപിൽ കണ്ടതും അവൾ അവൻ്റെ മുഖത്തേക്കും ഒന്ന് നോക്കി. ഞാൻ ഈ കേട്ടതൊക്കെ സത്യമാണോ സനൂഷേ? അവൻ അരിശത്തോടെ അവളെ നോക്കി ചോദിച്ചു. ബാദുർന്ന് എന്തേലും പറയടി, എന്നെ മക്കളെ നീ പറ്റിക്കായിരുന്നോ? അയാൾ അവളുടെ കൈത്തണ്ടയിൽ പിടിച്ച് അമർത്തിക്കൊണ്ട് ചോദിച്ചു. പറ്റിക്കുമായിരുന്നോന്ന്? അത് ചോദിക്കാൻ ഇയാൾക്കെന്താ അവകാശം? മറ്റുള്ള പെൺകുട്ടികൾ കുളിക്കുന്നത് കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കലല്ലേ ഇയാളുടെ പണി? വീണ പതിയെ പെൺപിള്ളേരോട് പറഞ്ഞു. അത് നീ പറഞ്ഞത് ശരിയാ, ചക്കിക്കൊത്ത ചങ്കരൻ തന്നെയാ. അയാൾക്ക് സനൂഷ ചേച്ചിയെ പറയാനുള്ള ഒരു അധികാരവും ഇല്ല. അയാൾ മറ്റുള്ള പേരുടെ പുറകെ നടക്കുന്നു. അവർ വേറൊരുത്തൻ്റെ കൂടെ. ഓ, ഇവർ നിൽക്കുന്ന സ്ഥാനത്ത് നമ്മളെങ്ങാനും ആയിരുന്നു കാണണം. പെണ്ണുമ്പുള്ള എന്തൊക്കെ പറഞ്ഞുണ്ടാക്കിയനെ. ഇപ്പം കണ്ടില്ലേ ഒന്നും മിണ്ടാനില്ലാതെ വായും പൂട്ടി നിൽക്കുന്നത്. ആര് പറഞ്ഞതും എല്ലാവരും അത് ശരിവെച്ചു. ഒരുത്തി ഉണ്ടായിട്ട് കണ്ട പെണ്ണുങ്ങളോട് കിന്നാരം പറയുന്ന ആളാ ഇപ്പതേ ചേച്ചി ചോദ്യം ചെയ്യുന്നത്. അയ്യോ, എന്തൊരു മാന്യൻ! ആരെയും കൂട്ടിച്ചേർത്തു. നിന്നെപ്പറ്റി ഞങ്ങൾ ഇങ്ങനെയൊന്നും അല്ല സനൂഷെ കരുതിയിരുന്നത്. മുത്തശ്ശി പറയുന്നത് കേട്ട് അവൾ മുഖമുയർത്തി അവരെ നോക്കി. നിനക്ക് കുറച്ച് അസൂയയും കുശുമ്പും ഉണ്ടെന്ന് ഞങ്ങൾക്കെല്ലാവർക്കും അറിയായിരുന്നു. പക്ഷെ നീ മറ്റൊരുത്തിനെ തേടി പോകുമെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. നമ്മുടെ തറവാട്ടിന് തന്നെ ചീത്തപ്പേരായിപ്പോയി സനൂഷെ. നാട്ടുകാരൊക്കെ അറിഞ്ഞ് എന്ത് വിചാരിക്കുമെന്ന് നീ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മുത്തശ്ശി ഗൗരവത്തോടെയും പരിഹാസത്തോടെയും അവളെ നോക്കി ചോദിച്ചു. മുത്തശ്ശി, അവൾ എന്തോ പറയാനായി തുടങ്ങിയതും അവർ കൈകൾ ഉയർത്തി തടഞ്ഞു. ഇനിയൊന്നും കേൾക്കണമെന്നില്ല, നിനക്ക് പോകാം. നിന്നെപ്പോലെ ഒരുത്തി നമ്മുടെ തറവാടിന് തന്നെ അപമാനമാണ്. മുത്തശ്ശി പറഞ്ഞതും അവരെല്ലാവരെയും ഒന്ന് നോക്കി. ശേഷം നോക്കിയത് ഷീതുവിൻ്റെ മുഖത്തേക്കാണ്. അവളെ അമർഷത്തോടെ ഒന്ന് നോക്കിയതിനു ശേഷം സനൂഷ അവിടെ നിന്നും അകത്തേക്ക് കയറിപ്പോയി. ഇനി എല്ലാവരുടെയും നോട്ടം റിനോഷിലേക്ക് നീണ്ടു. അവനാണെങ്കിൽ ആകെ നാണക്കേട് തോന്നി. അവൾ മറ്റൊരുത്തിനെ തേടിപ്പോയത് തൻ്റെ കഴിവുകേട് കൊണ്ടാണെന്ന് മറ്റുള്ളവർ കരുതുമെന്നൊക്കെ അവൻ ചിന്തിച്ചിരുന്നു. അവനും എല്ലാവരെയും ഒന്ന് നോക്കിയതിനു ശേഷം സനൂഷയുടെ പുറകിൽ പോയിരുന്നു. നന്ദമോളെ, മുത്തശ്ശി വിളിച്ചതും അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവരെ നോക്കി. മോൾ എങ്ങനെയാ ശീതൽ മോള് പറയാൻ വന്ന കാര്യം ഇതാണെന്ന് അറിഞ്ഞത്? മുത്തശ്ശി അവളെ നോക്കി ചോദിച്ചു. അത് ചേച്ചി അങ്ങനൊരു ചോദ്യം അവരോട് ചോദിക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഈ കാര്യം തന്നെയായിരിക്കുമെന്ന്. കാരണം ഞാൻ കണ്ടിരുന്നു. അന്ന് ശീതള ചേച്ചി ഇവരെ രണ്ടുപേരെയും ആ ഇടവഴി വെച്ച് കണ്ടില്ലേ? അന്ന് അയാളെ ഞാൻ കണ്ടിരുന്നു അവിടെ. നന്ദ പറയുന്നത് കേട്ട് ഷീതു ഞെട്ടലോടെ അവിടെ മുഖത്തേക്ക് നോക്കി. അതെ ചേച്ചി, അന്ന് ചേച്ചി ആകെ പേടിച്ചു പോയതുപോലെ എനിക്ക് തോന്നി. അതിൻ്റെ കൂടെ സനൂഷ ചേച്ചി എന്തോ പറയുന്നത് പോലെ ഞാൻ കണ്ടിരുന്നു. ഞങ്ങൾ അവിടേക്ക് വന്നപ്പോഴേക്കും അയാൾ ആ വഴിയിൽ നിന്നും മാറി. ഞാൻ അയാളെ കണ്ടിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ചേച്ചിയും അവരെ രണ്ടുപേരെയും കണ്ടിട്ടുണ്ടെന്ന്. പിന്നെ ഇങ്ങനൊരു ചോദ്യം ചേച്ചി ഇന്ന് സനൂഷ ചേച്ചിയോട് ചോദിച്ചപ്പോൾ എനിക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം ഉറപ്പായി. പക്ഷേ ഇത്രയും ചോദിക്കുമ്പോഴെങ്കിലും ചേച്ചി മുത്തശ്ശിയോട് ഇതൊക്കെ പറയുമെന്നാണ് ഞാൻ കരുതിയത്. ചേച്ചി പറയാതിരുന്നപ്പോൾ ഇനിയെങ്കിലും ഇവരൊക്കെ അത് അറിയണമെന്ന് എനിക്കും തോന്നി. ഞാൻ പറയുന്നതിൽ ആരെങ്കിലും ഒരാൾ സാക്ഷി ഉണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ സത്യങ്ങളൊക്കെ ഇന്നിവിടെ പറഞ്ഞത്. നന്ദ അവളെ നോക്കി പറഞ്ഞു. മോളെ ഷീതു, സനൂഷയുടെ അമ്മ അവളെ നോക്കി വിളിച്ചു. അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവരുടെ മുഖത്തേക്ക് നോക്കി. ഇവൾ പറഞ്ഞതൊക്കെ സത്യമാണോ? മോളും അതുതന്നെയാണോ അന്ന് കണ്ടത്? അവർ ചോദിച്ചതും അവൾ ആണെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടിയിരുന്നു.
ഇങ്ങനെ ഒരു പിഴച്ച പെണ്ണ് എൻ്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നല്ലോ ഭഗവാനെ. സത്യത്തിൽ എല്ലാ വീട്ടിലും ആ മക്കളെ കൊണ്ടാ അമ്മമാർ വിഷമങ്ങൾ അനുഭവിക്കുന്നത്. എനിക്കാണെങ്കിൽ നേരെ തിരിച്ചാ. കുഞ്ഞുനാൾ മുതലേ അവളെ കൊണ്ടാ ഞാൻ സങ്കടം മുഴുവൻ അനുഭവിച്ചിട്ടുള്ളത്. ഒരു സ്വസ്ഥത അവളെനിക്ക് തന്നിട്ടില്ല. അതിൻ്റെ ഒപ്പം ഇപ്പം എൻ്റെ ഭർത്താവും കൂടി. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അവരങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് എല്ലാവർക്കും സങ്കടമായി. അവർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് സനൂഷയും ഭർത്താവും മക്കളും കൂടി അകത്തു നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നത്. എല്ലാവരും സംശയത്തോടെ അവരെ നോക്കി. ഞങ്ങൾ വീട്ടിലേക്ക് തിരികെ പോവുകയാണ് മുത്തശ്ശി, റിനോഷാണ് അവരെ നോക്കി പറഞ്ഞത്. അതെന്താ ഇപ്പോൾ പെട്ടെന്ന്? നാളെ ഉത്സവം തീരുവല്ലേ? അവർ തിരികെ ചോദിച്ചു. ഉത്സവത്തിനൊന്നും ഞങ്ങൾ നിൽക്കുന്നില്ല, ഇന്ന് തന്നെ വീട്ടിലേക്ക് മടങ്ങി പോവുകയാണ്. അയാൾ അവരെ നോക്കി മറുപടി പറഞ്ഞു. അങ്ങനെയാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ ആകാം. മുത്തശ്ശി പറഞ്ഞതും റിനോഷ് സനൂഷയുടെ മുഖത്തേക്ക് നോക്കി. ശേഷം അവർ 4 പേരും കൂടി അവിടെ നിന്നും ഇറങ്ങിപ്പോയിരുന്നു. പോകുന്നതിന് മുൻപ് സനൂഷ ഒന്നുകൂടി ഷിതുവിനെ നോക്കി. ഞാൻ പെട്ടെന്ന് തന്നെ സനൂഷയുടെ മുൻപിലേക്ക് കയറി നിന്നു. ആ എന്താ, എന്തെങ്കിലും പറയാനുണ്ടോ? അവൻ കൈകൾ മാറിൽ കെട്ടി പുരികം പൊക്കി അവളോട് ചോദിച്ചു. അതിനവൾ ഇല്ല എന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തലയാട്ടി. ശേഷം തലകുനിച്ച് അവിടെ നിന്നും ഇറങ്ങിപ്പോയിരുന്നു. അയ്യേ, ഇങ്ങർക്കൊരു നാണോ ഇല്ലേ? ഞാൻ കരുതി ഈ ഒരു കാര്യം കൊണ്ട് സനൂഷ് ചേച്ചിയുടെ പരിപ്പ് നിളകുമെന്ന്. വീണ അവിടെ നിന്ന് പെൺപിള്ളേരോട് പറഞ്ഞു. ഞാൻ വിചാരിച്ചത് ഇപ്പം അകത്തു നിന്നും തട്ടലും മുട്ടലും ഒക്കെ കേൾക്കാമെന്നാ. ആര്യവും അവളും ചിന്തിച്ചതും പിള്ളേരെ നോക്കി പറഞ്ഞു. ഞാനിതൊന്നും അല്ല വിചാരിച്ചേ. ആര്യ പറയുന്നത് കേട്ട് പിള്ളേരെല്ലാവരും അവളുടെ മുഖത്തേക്ക് നോക്കി. ഞാൻ കരുതിയത് ഇപ്പം ഇവിടെ വെച്ച് തന്നെ അങ്ങേര് വരെ വേണ്ടാന്ന് പറയുമെന്നാ. അങ്ങനെയാണെങ്കിൽ പിശാച് ഇവിടെ തന്നെ കാണുമല്ലോ എന്നാ ഞാൻ കരുതിയത്. ആര്യ പറയുന്നത് കേട്ട് അവരെല്ലാവരും ചിരിച്ചു. എൻ്റെ പൊന്നാര്യേ, അതൊരിക്കലും നടക്കാത്തൊരു കാര്യമാണ്. അയാളെ സംബന്ധിച്ച് സനൂഷ് ചേച്ചിയെ പോലെ ഒരാളെ ഇനി അയാൾക്ക് മഷിയിട്ട് നോക്കിയാൽ കിട്ടുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇനി ചേച്ചി ആരുടെയെങ്കിലും കൂടെ കിടന്നു എന്ന് പറഞ്ഞാൽ അയാൾ ചേച്ചിയെ വിട്ട് കളയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും വലിയൊരു തറവാട്ടിൽ നിന്നുള്ള ബന്ധം ചേച്ചി അങ്ങനെ ഒറ്റയടിക്ക് വിട്ടുകളഞ്ഞാൽ ഈ സ്വത്തും പണമൊന്നും അയാൾക്കോ അയാളുടെ മക്കൾക്കോ കിട്ടില്ല. വീണ പറഞ്ഞതും എല്ലാവരും അത് ശരിവെച്ചിരുന്നു. ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരാൻ നേരം അമ്പലത്തിൽ വെച്ച് ഇവർ ഞങ്ങളെ കാണാൻ വന്നിരുന്നു. ക്രിസ്റ്റി പറയുന്നത് കേട്ട് എല്ലാവരും അവൻ്റെ മുഖത്തേക്ക് നോക്കി. സനൂഷ അവരെ കാണാൻ ചെന്നതും അവൾ പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്രിസ്റ്റി അവരോട് എല്ലാവരോടും പറഞ്ഞു. ഇവൾക്കിത് എന്തിൻ്റെ കേടാണ്? ബാക്കിയുള്ളവരെ നാണം കെടുത്താൻ ഓരോരോ ജന്മങ്ങൾ. എങ്കിലും എല്ലാ കുടുംബത്തിലും കാണും ഇങ്ങനെ ഓരോന്ന്. മുത്തശ്ശിയാണ് അത് പറഞ്ഞത്. അവൾ അങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞെന്ന് കേട്ടതും അവളുടെ അമ്മയ്ക്ക് സങ്കടം സഹിക്കാൻ വയ്യായിരുന്നു. തൻ്റെ മകളുടെ ഓരോ പ്രവൃത്തിയും ആലോചിച്ച് ആ അമ്മ വിങ്ങിപ്പൊട്ടി. നീ വിഷമിക്കാതിരിക്കുക. അവൾ അങ്ങനെയായി പോയതിന് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. കുട്ടിക്കാലം മുതലേ അവൾ എങ്ങനെയാണെന്ന് നിനക്കും അറിയാവുന്നതല്ലേ. അവൾക്ക് അവളേക്കാൾ നല്ല ആൾക്കാരെ കാണുമ്പോൾ കുശുമ്പാണ്. അവരെങ്ങനെങ്കിലും തകർക്കാമെന്ന് അവൾ ആലോചിക്കുന്നത്. അതവളുടെ രക്തത്തിൽ അലിഞ്ഞു പോയതാ, ഒരിക്കലും മാറാൻ പോകുന്നില്ല. മുത്തശ്ശി അവരെ നോക്കി പറഞ്ഞു. അച്ഛാ. പെട്ടെന്ന് ചാർലി അയാളെ വിളിക്കുന്നത് കേട്ട് ദേവൻ സംശയത്തോടെ അവനെ നോക്കി. അയാൾ മാത്രമല്ല, എല്ലാവരും അവനെ തന്നെ നോക്കുകയായിരുന്നു. അവൻ എന്താണ് പറയാൻ വരുന്നത് എന്നുള്ള സംശയത്തിലായിരുന്നു എല്ലാവരും. ഇതും അവൻ വിളിക്കുന്നത് കേട്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഞങ്ങൾ നാട്ടിലേക്ക് മടങ്ങിപ്പോവുക. പെട്ടെന്ന് ചാർലി പറയുന്നത് കേട്ട് എല്ലാവരും ഞെട്ടിപ്പോയി. ക്രിസ്റ്റിയും അപ്പനും റയാനും മമ്മിയും ഒക്കെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്താ മോനെ പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം? ദേവൻ പെട്ടെന്ന് അവനോട് ചോദിച്ചു. ഉത്സവമല്ലേ, ഇവിടുത്തെ ഉത്സവം കാണാനല്ലേ നിങ്ങൾ വന്നത്? എന്നിട്ട് അതൊന്നും കാണാൻ നിൽക്കാതെ മോളെയും കൂട്ടി പോവാൻ പോവാണോ ചാർലി? അവളുടെ ആദ്യത്തെ ഉത്സവമല്ലേ ഇവിടുത്തെ? മുത്തശ്ശി അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അതേ മുത്തശ്ശി, എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നതാണ് നല്ലതെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. പെട്ടെന്ന് തന്നെ അവരോട് മറുപടി പറഞ്ഞു. മോനെ ചാർലി. അവൻ അങ്ങനെ പറയുന്നത് കേട്ട് സീത അവനെ നോക്കി വിളിച്ചു. അവൻ എന്താണെന്നുള്ള അർത്ഥത്തോടെ അവരെ നോക്കി. ഞങ്ങളുടെ ഭർത്താക്കന്മാർ ചെയ്ത തെറ്റിൻ്റെ ഫലമായിട്ടാണ് നീയും മോളെയും കൂട്ടി പോകാൻ തുടങ്ങുന്നതെങ്കിൽ അത് വേണ്ട. അവർക്ക് വേണ്ടി മാപ്പ് ചോദിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അവൾ ഒരുപാട് ആഗ്രഹിച്ചാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഉത്സവം കാണണമെന്നും ഞങ്ങളുടെ ഒപ്പം കുറച്ച് ദിവസം കഴിയണമെന്നും അവൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നീ ഇന്നൊരു ദിവസത്തേക്ക് ക്ഷമിക്കണം. സീത അവനെ നോക്കി പറഞ്ഞു. അവരങ്ങനെ പറയുന്നത് കേട്ടിട്ട് അവനെ തിരിച്ചൊന്നും പറയാനുണ്ടായിരുന്നില്ല. ചാർലി. ജോപ്പൻ അവൻ്റെ തോളിലൊന്ന് തട്ടിക്കൊണ്ട് വിളിച്ചു. അവൻ തല ഉയർത്തി അയാളെ നോക്കി. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. കഴിഞ്ഞതിനെപ്പറ്റി ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല. എന്തായാലും മോൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ. അങ്ങനെ സംഭവിക്കാൻ നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ഒരിക്കലും സമ്മതിക്കില്ല. നമ്മൾ ഇവിടേക്ക് വന്നത് ഇവരുടെ ഒപ്പം സന്തോഷത്തോടെ ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ബാക്കിയെല്ലാം മറന്നിട്ട് നാളത്തെ ഉത്സവത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുങ്ങാം. ജോപ്പൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് കണ്ട് എല്ലാവരും പരസ്പരം നോക്കി. അത്ര കൂളായിട്ടായിരുന്നു അയാൾ അവനോട് സംസാരിച്ചത്. ആണെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കുകയായിരുന്നു. മുത്തശ്ശിയും ദേവനും സംശയത്തോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി. ഇന്ന് തന്നെ പോകുവാണെന്ന് പറഞ്ഞപ്പോൾ തറവാട്ടിലുള്ള എല്ലാവർക്കും സങ്കടമായിരുന്നു. എല്ലാവരുടെയും മുഖം വാടിയിരിക്കുന്നത് കണ്ട് ജോപ്പൻ അവരെ നോക്കി ഒന്നുമില്ല എന്നുള്ള അർത്ഥത്തിൽ കണ്ണടച്ച് കാണിച്ചു. ചാർലി, മോൻ പോയി കുറച്ചു നേരം റെസ്റ്റ് എടുക്കുക. പിള്ളേരെ, ഇവർക്കെല്ലാവർക്കും ഉള്ള മുറി കാണിച്ചു കൊടുക്കുക. മുത്തശ്ശി പെൺപിള്ളേരോടായിട്ട് പറഞ്ഞതും അവരെല്ലാവരും തലയാട്ടി. ശേഷം എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള മുറി പിള്ളേര് കാണിച്ചു കൊടുത്തിരുന്നു.
ചാർലിക്കും ഷീതുവിനും കുഞ്ഞിനും ഒരു മുറിയായിരുന്നു കൊടുത്തിരുന്നത്. അവനാണെങ്കിൽ ഡ്രൈവ് ചെയ്തതിൻ്റെയും അമ്പലത്തിൽ വെച്ച് നടന്ന സംഭവത്തിൻ്റെയൊക്കെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. കുളിച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ വരണമെന്ന് മുത്തശ്ശി എല്ലാവരെയും ഓർമ്മിപ്പിച്ചതിന് ശേഷമാണ് മുറിയിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെ ഫ്രഷ് ആകാൻ വേണ്ടി കയറിയിരിക്കുകയാണ് ചാർലി. ഷീതുവിനാണെങ്കിൽ അവനോട് എങ്ങനെയെങ്കിലും ഒന്ന് മിണ്ടണമെന്നുണ്ട്. പക്ഷെ അതെങ്ങനെയാണെന്ന് മാത്രം അവൾക്ക് അറിയില്ലായിരുന്നു. ചാർലി അവളോട് മിണ്ടാതെ വീർപ്പുമുട്ടലുമായിട്ട് നടക്കുകയാണ് ഷീതു. അവൻ ഫ്രഷാകാൻ വേണ്ടി റൂമിലേക്ക് പോയതും അവനോട് എങ്ങനെയെങ്കിലും സംസാരിക്കണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അവൾ അവരുടെ മുറിയിലേക്ക് നടന്നു. അവൾ ചെന്നപ്പോൾ അവൻ കുളിച്ചിട്ട് മുറിയിലേക്ക് ഇറങ്ങി വന്നിരുന്നു. ഒരു മുണ്ടും ഷർട്ടുമായിരുന്നു അവൻ്റെ വേഷം. അവൾ മുറിയിലേക്ക് വന്നത് കണ്ടിട്ടും അവളെ ഒന്ന് നോക്കിയതിന് ശേഷം അവൻ തല ചീകാൻ തുടങ്ങി. അവളാണെങ്കിൽ അവൻ അവോയ്ഡ് ചെയ്യുന്നത് പോലെയുള്ള രീതികൾ കണ്ട് വല്ലാത്ത സങ്കടം തോന്നി. അവൾ നിറഞ്ഞു വന്ന കണ്ണുകളോടെ അവൻ്റെ അടുത്തേക്ക് ചെന്നു. ഇച്ഛായ, അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്ന് വിളിച്ചു. അവൾ വിളിക്കുന്നത് കേട്ടിട്ടും അത് കേൾക്കാത്തതുപോലെ അവൻ താടിയും മുടിയൊക്കെ തിരികെ ഒതുക്കുന്ന തിരക്കിലായിരുന്നു. താൻ ഇത്ര വിളിച്ചിട്ടും തന്നെ ഒന്ന് നോക്കുക കൂടി ചെയ്യാതെ ഇരിക്കുന്ന അവനെ കണ്ട് അവൾക്ക് സങ്കടവും വിഷമവും ഒരുപോലെ വന്നിരുന്നു. ഇച്ഛായ, അവൾ വീണ്ടും വിളിച്ചു. അവനൊന്ന് മൂളി. എന്നാൽ അവളെ ഒന്ന് നോക്കിയതുപോലുമില്ല. എന്നെ ഒന്ന് നോക്കുവോ? അവൾ സങ്കടത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി വിതുമ്പി. നീ കാര്യം പറ, ഞാൻ നിൻ്റെ അടുത്ത് തന്നെയല്ലേ നിൽക്കുന്നത്, എനിക്ക് കേൾക്കാം. അവൻ ഗൗരവത്തോടെ അവളോട് പറഞ്ഞു. അതിന് മറുപടി പറയാതെ അവൾ കുറച്ചു നേരം അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. എന്നാൽ അവൾ അങ്ങനെ നോക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലായിട്ടും അവൻ അവളെ ഒന്ന് നോക്കുക കൂടി ചെയ്യാതെ തൻ്റെ ഫോണും എടുത്ത് കട്ടിലിലേക്ക് പോയിരുന്നു. എന്നോട് അത്ര ദേഷ്യമാണോ? അവൻ്റെ അടുത്തേക്ക് ചെന്ന് നിന്നതിന് ശേഷം അവൾ വീണ്ടും ചോദിച്ചു. എനിക്ക് നിന്നോട് ദേഷ്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നിനക്ക് എന്തെന്നോട് പറയേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് പോവാൻ നോക്ക്, എനിക്ക് വേറെ പണിയുണ്ട്. ഫോണിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവൻ അവളോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുപോലെ പറഞ്ഞു. അത് കേട്ടതും അവൾക്ക് സങ്കടം വന്നു. അവനോട് തിരികെ മറുപടി ഒന്നും പറയാൻ നിൽക്കാതെ അവൾ അവിടെ നിന്നും പോകാൻ തുടങ്ങിയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു.